ഹലോ ഗൈസ്. ഞാൻ ഈ അടുത്ത് യാത്ര ചെയ്ത കുവൈറ്റ് എയർവേസിൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ ഇത്. ഈ ഫ്ലൈറ്റിൽ ആരെങ്കിലും യാത്ര ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ലണ്ടൻ ഹീത്രോ എയർപോർട്ട് മുതൽ ട്രിവാൻഡ്രം വരെയാണ് കേട്ടോ ഞാൻ യാത്ര ചെയ്തത്. പിന്നെ ഓഫ് കോഴ്സ് ഇതൊരു കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. കുവൈറ്റ് വഴിയാണ് ഇത് പോകുന്നത്. സോ എനിക്കൊരു 30 to 1 അവർ മാക്സിമം എടുത്തുള്ളൂ കുവൈറ്റിൽ. Trip.com വഴിയാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഏകദേശം 1 മാസം മുൻപ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിലാണ് എനിക്ക് ഈ ടിക്കറ്റ് കിട്ടിയത്. റിട്ടേൺ ടിക്കറ്റും ചേർത്താണ് കേട്ടോ ഞാൻ എടുത്തത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ക്യാബിനായിരുന്നു ഈ ഫ്ലൈറ്റിൻ്റെ. ആ ഒരു കാര്യത്തിൽ യാതൊരുവിധ പ്രോബ്ലവും എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലഗേജ് അലവൻസും ഇവർ തരുന്നുണ്ടായിരുന്നു. ഫ്ലൈറ്റിനുള്ളിലെ ഫുഡും അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു. ദേ ഈ കാണുന്നതാട്ടോ ഈ ഫ്ലൈറ്റിൽ എനിക്ക് കിട്ടിയ ഫുഡിൻ്റെ ഒരു മെനു. ആവശ്യമുള്ളവർക്ക് ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് നോക്കാവുന്നതാണ്. ഫ്ലൈറ്റിലെ ഈ മൾട്ടിമീഡിയ സിസ്റ്റമൊക്കെ പെർഫെക്റ്റ്ലി വർക്കിംഗ് ആയിരുന്നു. പിന്നെ ഒരു ഡ്രോബാക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് ലിക്കർ വാങ്ങി കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ, അതായത് ഹാൻഡ് ബാഗേജിൽ കൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് ഈ ഫ്ലൈറ്റിൽ അലോ ചെയ്യില്ല. ഡ്യൂട്ടി ഫ്രീയിൽ നിങ്ങൾ മദ്യം വാങ്ങിയിട്ട് നിങ്ങളുടെ ബോർഡിംഗ് പാസ് ഡ്യൂട്ടി ഫ്രീയിലെ ഷോപ്പിൽ സ്കാൻ ചെയ്യുമ്പോൾ അപ്പം തന്നെ അവർ പറയും ഈ ഫ്ലൈറ്റിൽ മദ്യം അലൗഡ് അല്ല എന്നുള്ളത്. ബട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ഇൻ ബാഗേജിൽ നേരത്തെ പർച്ചേസ് ചെയ്തിട്ടിട്ട് കൊണ്ടുപോകാം. ബട്ട് ഇൻ കേസ് അവർ സ്കാനിങ്ങിലോ മറ്റോ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്കത് ഉപേക്ഷിക്കേണ്ടി വരും. സോ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം കുവൈറ്റ് എയർവേസിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ഇനി ഇങ്ങനെ ആരെങ്കിലും ചെക്ക് ഇൻ ബാഗേജിൽ കുവൈറ്റ് എയർവേസിൽ ലിക്കർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്കും ഒരു ഉപകാരമാകട്ടെ. എൻ്റെ ഫ്ലൈറ്റ് ലണ്ടനിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തത് ഒരു 30 മിനിറ്റ് ഡിലേ ആയിട്ടാണ്. പക്ഷേ എന്നിരുന്നാലും ട്രിവാൻഡ്രത്ത് ലാൻഡ് ചെയ്തത് കൃത്യസമയത്തായിരുന്നു. അതുകൊണ്ട് ഈ യാത്രയിൽ പറയത്തക്ക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. കുവൈറ്റിൽ എനിക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ ലേ ഓവർ ഉണ്ടായിരുന്നുള്ളൂ. കുവൈറ്റിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ് തന്നെയായിരുന്നു. സോ ഓവറാൾ എവരുടെ ഈ ഒരു ഫ്ലൈറ്റും എവരുടെ ആ ഒരു ഹോസ്പിറ്റാലിറ്റിയും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ലിക്കർ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നൊരു കാര്യം ഒഴിച്ചാൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇതിൻ്റെ ടിക്കറ്റ് കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ബുക്ക് ചെയ്യാം. അപ്പം വീണ്ടും കാണാം. ബൈ.